ഹായ് നമസ്കാരം. ഞാൻ വിനു മോഹൻ. ഒരു നല്ല സർവീസ് കിട്ടിയ ഒരു സന്തോഷത്തിലാണ് സത്യം പറഞ്ഞത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതായത് എൻ്റെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു. ഈ ഐഫോൺ എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 2 നില ഹൈറ്റിലേക്ക്, ആ ഒരു ഹൈറ്റിൽ ഫസ്റ്റ് ഫ്ലോറിൽ ജസ്റ്റ് താഴേക്ക് വീഴുകയും അത് കംപ്ലീറ്റ്ലി ആ ഫോൺ ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി പൊട്ടി അതിന്റെ ചില്ലും കാര്യങ്ങളും ഒക്കെ പുറത്തേക്കും നമുക്കിങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പക്ഷെ സ്ക്രീനിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഫോൺ കംപ്ലീറ്റ്ലി ടോട്ടൽ ലോസ് ആയി, അതിനി കളയാം, പുതിയത് വാങ്ങിക്കേണ്ടി വരും. പക്ഷെ എന്റെ വിഷമം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫുൾ ഫോട്ടോസും കാര്യങ്ങളും എന്റെ കുറേ അധികം ഡേറ്റാസും എല്ലാം ഈ ഫോണിലുണ്ട്. അപ്പം ഇതെനിക്ക് റിക്കവർ ചെയ്തെടുക്കണം എന്ന് അത് നമുക്ക് നമ്മുടെ ആപ്പിൾ ഐഡിയിലൂടെ റിക്കവർ ചെയ്യാം. പക്ഷെ എങ്കിലും ആ ഫോൺ പോയത് എനിക്ക് ഭയങ്കര വിഷമമായി കയ്യിൽ നിന്ന്, കാരണം എന്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ. അങ്ങനെ ഞാൻ ആ ഫോൺ പക്ഷെ ഓണാക്കാൻ നോക്കി, ഓണാവുന്നില്ല. അപ്പം വെറുതെ ചാർജർ കുത്തിയപ്പോൾ അത് വർക്ക് ചെയ്തു. അപ്പം ഞാൻ വെച്ചോ ഫോൺ ഓണായി, പക്ഷെ സ്ക്രീൻ വർക്ക് ചെയ്യുന്നുണ്ട്, സ്ക്രീനിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാർജർ ഊരിയ ഫോൺ ഓഫ് ആവും. ഫുൾ ടൈം ചാർജറിൽ കൊണ്ടു നടക്കേണ്ടി വന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും അത് ചാർജർ കുത്തിയാലും ആ ഫോൺ വർക്ക് ചെയ്യാണ്ടായി. അപ്പൊ എനിക്കത് ചില സമയത്ത് നമ്മൾ വളരെ ഇതപ്പം ഒരു പുതിയ ഫോൺ വാങ്ങിക്കാം, ഇതെന്തായാലും ടോട്ടൽ ലോസ് ആണ്, കംപ്ലീറ്റ്ലി മാറ്റാം, പുതിയ ഫോൺ വാങ്ങിക്കാം, ഇതിന്റെ ഡേറ്റാസ് ഒക്കെ നമുക്ക് ഇത് ചെയ്യാം എന്നൊക്കെയുള്ള ലെവലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ സുഹൃത്തും സഹോദരതുല്യനായിട്ടുള്ള ഉണ്ണിച്ചേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, iCare ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, അതിന്റെ ഓണർ എന്റെ സുഹൃത്താണ്, നീ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞ് എനിക്ക് നമ്പർ തന്നു. അപ്പം ഇത് ശരിയാകും എന്നൊരു വിശ്വാസമില്ല. ഞാൻ ഓക്കെ, ഇനി അതെങ്ങനെ, അത് കംപ്ലീറ്റ്ലി പോയി, പിന്നെ ഓൺ ആവുന്നില്ല, അപ്പൊ എന്റെ അകത്ത് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ എന്തായാലും അഭിഷേകിനെ വിളിച്ചു. അഭിഷേക ഇതിന്റെ ഫോണിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നവീൻ എന്ന് പറഞ്ഞൊരു ടെക്നീഷ്യൻ ഉണ്ട്, അദ്ദേഹത്തെ ഒന്ന് നമ്പർ തരാം, ഒന്ന് വിളിച്ചിട്ട് വിനു ഫോൺ ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ കൊടുക്കാം, ഞാൻ എന്തായാലും നവീന് ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നവീനെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ അവിടെ ചെല്ലുകയും ഫോൺ കൊടുത്തപ്പോൾ പറഞ്ഞു, ഒരു 2 മണിക്കൂർ എനിക്കൊരു ടൈം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, തരാം, കുഴപ്പമില്ല, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഫോൺ റെഡി ആയിട്ടുണ്ടോ, എപ്പോഴാണ് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഞാൻ അടുത്തുണ്ട്, വരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഓക്കെ, ഇത് മാറ്റി എന്നുള്ള ഇതിൽ എന്തെങ്കിലും കംപ്ലൈൻസ്, ഇനി അത് ഈ ഓഫ് ആവുന്ന എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ എന്റെ കയ്യിലേക്ക് തരുന്ന ഒരു ബ്രാൻഡ് ന്യൂ ഫോൺ പോലെ തന്നെയാണ് എനിക്ക് ആ ഫോൺ തിരിച്ചു കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. കാരണം എന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് താഴെ വേണ്ടത് പൊട്ടുമ്പോൾ അതൊരു വലിയ സങ്കടമായിരുന്നു. നമ്മുടെ കയ്യിലുള്ളൊരു സാധനം ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് നശിച്ചു പോകുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ആ ഫോൺ എടുക്കും. പക്ഷെ അതിനകത്ത് ഡേറ്റാസ് ഒന്നും പോയിട്ടില്ല. അതൊക്കെ വളരെ അപ്പൊ എന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സർവീസ് സെന്റേഴ്സിലും അവിടെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഡേറ്റാസും നമ്മളുടെ കുറെ അധികം ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതിനകത്ത് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് പക്ഷെ അത്രയും നമ്മളൊരു ഫോൺ കൊടുത്താൽ അത്രയും സെക്യൂർഡ് ആയിട്ട് തന്നെ അവരതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്റെ കയ്യിൽ ഫോൺ കിട്ടുമ്പോൾ പുതിയൊരു ഫോൺ പോലെയായിരുന്നു. അപ്പം അവർ പറഞ്ഞു ബാക്കിൽ ബാറ്ററി ബൾജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് പൊട്ടി, അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ആ ഫോൺ നമുക്ക് വളരെ പുതിയൊരു ഫോൺ പോലെ തന്നെ എനിക്കത് കിട്ടി. അപ്പം കാരണം പ്രത്യേകിച്ച് ഈ ഐഫോണിന്റെ സർവീസ് സെന്റേഴ്സ് നമുക്ക് വളരെ കുറവാണ്, കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പം അതിന് ശരിക്കും എനിക്ക് വളരെ നല്ല സർവീസ് കിട്ടതും വളരെ അപൂർവമാണ്. അപ്പം ഇതെനിക്ക് സത്യം പറഞ്ഞ വലിയൊരു നല്ലൊരു സർവീസാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇതൊക്കെയാണ് ഇതിന്റെ മിസ്റ്റേക്ക്, ഇങ്ങനെയായിരുന്നു സംഭവിച്ചതെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം അതെനിക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സർവീസ് സെന്ററിൽ നിന്ന് അത്ര കൃത്യമായിട്ട് ഒരു റെസ്പോൺസ് നമുക്ക് ചെയ്യുമ്പോൾ അതൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പം iCare ഫോൺ എന്ന് പറയുന്ന ഈ ഒരു സർവീസ് സെന്ററിൽ എനിക്ക് വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും iCare ഫോൺ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ആ സ്ഥാപനത്തിന്റെ നമ്മളോടൊരു കസ്റ്റമർ റിലേഷൻ ആയാലും കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക് യു അബീഷ്. തീർച്ചയായിട്ടും അബീഷേട്ടന് ഒരു വലിയ താങ്ക്സ് ഉണ്ട് എനിക്കിങ്ങനെ ക്ലിയർ ചെയ്ത് തന്നതിന്. അതുപോലെ നവീന്റെ ആ ഒരു സർവീസ് എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.